മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ അസ്വാരിമുൽ മസ്ലൂൽ അല ഷാത്തിമിർ റസൂൽ എന്ന കിതാബ്. അപ്പോൾ ആ കിതാബിൽ ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്യുക, സനാഹ് ചെയ്യുക, അതേപോലെ തഅലീം, തൗഖീർ, ഇതൊക്കെ ദീന് നിലനിർത്തലാണ്. അല്ല ദീനില്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ പൊടിപൊടിച്ച് നടക്കലല്ല, ദീന് നിലനിർത്തലാണ്. എന്താണോ ദീൻ അത്. അതേപോലെ തന്നെ അതിനെ സുക്കൂത്ത് ചെയ്യൽ, അതിനെ ഒഴിവാക്കൽ ദീനിനെ തന്നെ ഒഴിവാക്കലാണ്. യഥാർത്ഥത്തിൽ യഥാർത്ഥ സുന്നത്തിനെ ഒഴിവാക്കിയിട്ടാണ് ഇത്തരം ആളുകൾ ബിദ്അത്തിൻ്റെ പിന്നാലെ പോകുന്നത്. പിന്നെ അതേ കിതാബിൽ തന്നെ ഷെയ്ഖ് തഅസീർ എന്നുള്ള വാക്കിനെ പറ്റി പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ആയത്തിൽ വന്ന തഅസീർ ഉണ്ടല്ലോ, ആ തഅസീറിനെ പറ്റി ഷെയ്ഖ് പറയുന്നത് ഇസ്മുൻ ജാമിഉൽ ലിനസ്രിഹി വ തഈദിഹി വ മനഇഹി മിൻ കുല്ലി മാ യുഅദിഹി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന ഏതൊക്കെ രീതികളുണ്ടോ ആ രീതികളിലൂടെ അവിടുന്ന് സഹായിക്കുക, അവിടുന്ന് നേരെയുള്ള ആക്ഷേപങ്ങൾക്ക് പ്രതിരോധം തീർക്കുക എന്നതാണ് തഅസീർ. ആ നിലക്കാണ് തഅലീം ചെയ്യേണ്ടത്. ഇപ്പോൾ ഹിർക്കലിൻ്റെയും ഇവരൊക്കെ കൊട്ടാരത്തേക്ക് സ്വഹാബത്ത് പോയപ്പോൾ അവർ ആ രാജാക്കന്മാർ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുന്ന തഅലീമിനെ പറ്റി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ തഅലീം എന്താ? ഇവർ ഈ കാണിക്കുന്ന രൂപത്തിലുള്ള ആഘോഷങ്ങളാണോ അല്ലെങ്കിൽ ആണ്ട് പരിപാടികളാണോ? അല്ലല്ലോ. അപ്പോൾ അന്നത്തെ രാജാക്കന്മാർ വരെ ആ തഅലീമിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള ആ കിതാബിൽ ഇത് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തഫ്സീറുകളിലൊക്കെ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത ഉണ്ട്. അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ ഇത്തിബായിനെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു രീതി എന്ന് തന്നെ പറയാം. ഈ തെറ്റായ ആഘോഷത്തിന് അള്ളാഹുവിൻ്റെ കലാം ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇയാൾ തെളിവാക്കിയിട്ടുള്ളത്.